പ്രതീക്ഷയാണ്. അതാണ് സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് സഞ്ജു അവകാശപ്പെടുന്നത്. ഒരു ദിവസം എൻ്റെ ദിവസം വരും. അതാണ് നമ്മൾ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ കണ്ടത്. ഞാൻ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അതിനൊരു അവസരം ലഭിക്കണം. ആ അവസരം ലഭിക്കാതിരുന്നിട്ട് സഞ്ജു ഒരിക്കലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതെ, ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവിടെയെല്ലാം സഞ്ജു പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതല്ല, അതൊക്കെ ക്രിക്കറ്റിലുള്ളതാണ്. സഞ്ജുവിൻ്റെ വാക്കുകളിൽ തന്നെ കടമെടുത്ത് പറയാം, സഞ്ജുവിൻ്റെ ശരിക്കും പേഴ്സണൽ നേട്ടം അല്ല അവിടെ നോക്കിയത്. ഒരു ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് തൊട്ടടുത്ത് തന്നെ നേടിക്കൊടുക്കുക. ഒരു ലോകത്തിലെ ഒരു ടീമിന് 2 പ്രാവശ്യം അടുപ്പിച്ച് ലോകകപ്പ് നേടിയിട്ടില്ല. സഞ്ജുവിന് എപ്പോഴും ഫാസ്റ്റ് ബൗളിംഗ് കളിക്കാനാണ് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, സ്പിന്നേഴ്സ് വരുമ്പോൾ കൃത്യമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്യാൻ കാരണം നമ്മളൊരു ടീമായി കളിച്ചത് കൊണ്ടാണ്. അതെ, അവിടെ ആണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം സൂര്യകുമാർ യാദവ്, അദ്ദേഹത്തിൻ്റെ ഒരു 84 USA ആയിട്ട് ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ കളി തന്നെ നമ്മൾ പരാജയപ്പെടുമായിരുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ മലയാളികളുടെ മനസ്സിലെല്ലാം ഒരാളുടെ മുഖമാണ് സഞ്ജു സാംസൺ. ആ പേര് തന്നെയാണ് നമ്മൾ ഇന്നലെ രാത്രി മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ മികച്ച പ്രകടനത്തെക്കുറിച്ചും ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. 2020 ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ അവിടെ ഒരു മലയാളി കയ്യൊപ്പ് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഒരു ചരിത്രം കൂടിയുണ്ട് നമുക്ക്. നമ്മൾ 83-ലും 2007-ലും 2011-ലും ലോകകപ്പ് ഉയർത്തിയപ്പോഴൊക്കെ അവിടെ മലയാളി കയ്യൊപ്പുണ്ടായിരുന്നു. സുനിൽ വത്സൻ്റെ പേരിലും ശ്രീശാന്തിൻ്റെ പേരിലും ഇപ്പോൾ 2 വട്ടമായി സഞ്ജു സാംസൻ്റെ പേരിലും ഇക്കുറി ഗ്രൗണ്ടിൽ ഇറങ്ങി നിറഞ്ഞാടിയ സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മലയാളിയുടെ മനം നിറഞ്ഞാട്ടം. നമ്മോടൊപ്പം ചേരുകയാണ് ചർച്ചയിൽ പങ്കെടുക്കുവാൻ കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് തോന്നുന്നു സാർ, ആദ്യമായിട്ട് ഈ ലോകകപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നത് ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ്? ആദ്യം ക്രിക്കറ്റാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിനോടാണ് ആഭിമുഖ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതെ വരുന്നതും തിരുവനന്തപുരത്തേക്ക് 2006 എത്തുന്നു. യെസ്, അതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ തുടക്കം. അന്ന് യശ്പാലായിരുന്നു ആദ്യത്തെ കോച്ച്. അവിടെ തുടങ്ങുന്ന സഞ്ജു സാംസനെ ആർക്കും അറിയത്തില്ല. ഓക്കെ. അച്ഛൻ ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്നു. സന്തോഷ് ട്രോഫി കളിച്ച ഒരു ഫുട്ബോൾ താരം വിശ്വനാഥ് സാംസൺ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ സാലിയും സഞ്ജുവും. അമ്മ ലിജി. അമ്മ എല്ലാവരും വിഴിഞ്ഞം പുല്ലുവിള സ്വദേശികളാണ്. എല്ലാവരും അവർ സഞ്ജു ജനിച്ചതും പുല്ലുവിളയാണ്. അങ്ങനെ അവിടെ ഡൽഹിയിൽ ചെറുപ്പകാലം കഴിഞ്ഞ് ഡൽഹിയിൽ അണ്ടർ 13 സഞ്ജുവിന് സെലക്ഷൻ കിട്ടാതാകുന്ന ഒരു സന്ദർഭം. ആ സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് പറിച്ചു നടന്നത്. ഓക്കെ. സഞ്ജുവിനെയും സാലിയെയും കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ഇൻഫാക്റ്റ് അന്ന് തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു ആള് തിരുവനന്തപുരത്ത് ക്രിക്കറ്റിനുണ്ടായിരുന്നു. മറ്റാരുമല്ല, ശ്രീ SK നായർ. യെസ്, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. BCCIയുടെ സെക്രട്ടറി ആയിരുന്നു അന്ന്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തെ കൈപിടിച്ചുയർത്തിയ ആൾ തന്നെയാണ്. അതിനു മുൻപ് പലപ്പോഴും പലരും പ്രകടനം കൊണ്ട് ഉയർന്നു വന്നെങ്കിലും അവർക്കൊന്നും തന്നെ സ്ഥാനം ലഭിച്ചിരുന്നില്ല. ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന യെസ് ഒരു ആള് എന്നുള്ള ഒരു ഇത് തിരുവനന്തപുരത്തിന് അന്ന് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇവിടെ എത്തുന്നു. അന്ന് ഇൻഫാക്റ്റ് തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെ സെക്രട്ടറി ഞാനായിരുന്നു. അതെ. എനിക്ക് എന്നോടൊപ്പം എൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഈ കരുണാകരൻ സാർ, അതായത് SK സാറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഈ ഓഫീസിൽ സഹായിക്കുന്ന മിസ്റ്റർ സുധീർ അലി. അതെ. ഇന്ന് BCCIയുടെ സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ആണ് ശരിക്കും ഈ സഞ്ജുവിനെയും സാലി സാംസനെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. അപ്പം ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഒരു പ്രധാന വഴി തുറന്നു കൊടുക്കുന്നത് സുധീർ അലിയാണ്. ഓക്കെ. സുധീർ അലിയുടെ അടുത്ത് ഈ അച്ഛനും ഈ അമ്മയുടെ ബ്രദർ മിസ്റ്റർ ആൻ്റണി, ഇവർ 2 പേരുമായിട്ടാണ് വരുന്നത്. ഇവർ 2 പേരുമായിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നു, ആ സമയം
തിരുവനന്തപുരത്ത് ജില്ലാ സെലക്ഷനൊക്കെ കഴിഞ്ഞു, അണ്ടർ 13 അണ്ടർ 14 സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതിലേക്ക് പിന്നെ ആ കൊല്ലം ചാൻസ് ഇല്ല, പിന്നെ അടുത്ത കൊല്ലമേ അതിൽ ചാൻസ് ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു സഞ്ജുവിന് ഒരു 12 വയസ്സേ ആയിട്ടുള്ളാവൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സഞ്ജുവിനെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ചേർക്കുന്നു, സ്കൂൾ വിദ്യാഭ്യാസത്തിന്. അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് രാവിലെ 2 ബസ് കയറി സെൻറ്റ് ജോസഫ് അല്ല മെഡിക്കൽ കോളേജിൽ 6 മണിക്കെത്തും. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ. അതിന് മുമ്പ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഇദ്ദേഹത്തെ എത്തിച്ചത് സുധീർ അലിയാണ്. അതാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സുധീർ അലിയെ സൂചിപ്പിക്കുന്നത്. അന്ന് മെഡിക്കൽ കോളേജിൽ ഈ ക്രിക്കറ്റ് നടത്തുന്നത് ശ്രീ ബിജു ജോർജ് എന്ന് പറഞ്ഞ കോച്ചാണ്. അദ്ദേഹം ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. അദ്ദേഹം IPL കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ ഫീൽഡിംഗ് കോച്ചൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇന്ത്യൻ വിമൻ ടീമിൻ്റെ കണ്ടീഷനിങ് ക്യാമ്പൊക്കെ നടത്തിയത് അദ്ദേഹമാണ്, ഫീൽഡിംഗ്. അതെ. അപ്പോൾ അറിയപ്പെടുന്ന നല്ല എനർജറ്റിക്കായ, ശരിക്കും ഈ സിൻസിയാരിറ്റി മാത്രം പോരാ, അതിനൊരു മനസ്സുകൂടെ വേണം. അങ്ങനെയുള്ള ഒരു കോച്ചാണ് ശ്രീ ബിജു ജോർജ്. യെസ്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഉള്ള ഫെസിലിറ്റിയിൽ അദ്ദേഹം ഒരുപാട് പ്ലെയേഴ്സിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. ശരിയാണ്. അവിടെയാണ് സഞ്ജു എത്തുന്നത്, എത്തിക്കുന്നത് സുധീർ അലി അവിടെയാണ്. അപ്പോൾ ബിജുവിനോട് പറയുന്നു, ഇങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് വന്ന ആളാണ്, കളിക്കാൻ താല്പര്യമുള്ള, നല്ല കളിയോട് മമതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. അന്ന് കുഞ്ഞ് സാംസണാണ്. അന്നത്തെ ഫോട്ടോ പോലും കണ്ടാൽ നമുക്കറിയാം, ഒരു നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടി. ഇപ്പോഴും. പക്ഷെ ആ സാംസൺ മാറി. ഇന്ന് സാംസൺ പറയുമ്പോൾ ഞാൻ പിന്നീട് വരാം. അതെ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്നാൽ ചെയ്യട്ടെ, പാഡ് ചെയ്തോളൂ എന്ന് ബിജു പറയുന്നു. ഓക്കെ. ബിജു ജോർജ് പാഡ് ചെയ്യുന്നു. അന്ന് കേരളത്തിൻ്റെ ഒരു മികച്ച ബൗളർ ഉണ്ടായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, നിയാസ്. യെസ്. അദ്ദേഹമാണ് ആദ്യത്തെ പന്ത് നെറ്റ്സിൽ സാംസൺ അന്ന് എറിഞ്ഞു കൊടുക്കുന്നത്. അല്ല, ഞാൻ സാംസൻ്റെ കേരളത്തിലെ തിരുവനന്തപുരത്തെ തുടക്കം പറയുകയാണ്. അതെ. അത് തൊട്ട് തുടങ്ങുന്നു. പിന്നീട് സഞ്ജുവിനെ നമ്മൾ പല മേഖലയിലാണ് കാണുന്നത്. എനിക്കറിയാം, പല ദിവസങ്ങളിലും ഈ മിസ്റ്റർ ബിജു ജോർജ് സെൻട്രൽ വിക്കറ്റിൽ, മെഡിക്കൽ കോളേജിൻ്റെ സെൻട്രൽ വിക്കറ്റിൽ ബോളിങ്ങിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും, അടിക്കാൻ പറഞ്ഞ്. ആ ഹിറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇന്നും സഞ്ജുവിൻ്റെ കൈമുതൽ എന്ന് പറയാൻ എനിക്കൊരു അതിശയോക്തിയും വേണ്ട. ആ ഒരു കരീബിയൻ സ്റ്റൈലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ആ ഫീഡ് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് തുടങ്ങിയതാണ് സഞ്ജുവിൻ്റെ ഹിറ്റിംഗ് എബിലിറ്റി. ഇന്ന് ഇൻ്റർനാഷണൽ പ്ലെയർ നമ്മൾ പലരെയും കണ്ടതാണ്, പല കമൻറ്റേറ്റേഴ്സും എവിടെ നിന്നാണ് ഇത്രയും പവർ വരുന്നതെന്ന്. അത് മസിൽ പവറാണോ, അദ്ദേഹത്തിൻ്റെ വിൽ പവറാണോ, എന്ത് പവറാണെന്ന് ചോദിച്ചാൽ രണ്ടും കൂടെ ചേർത്തതാണ്. യെസ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഫിഷർമാനാണ്. ഇത് സാംസൺ തന്നെ ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും സംശയമുണ്ടെങ്കിൽ അത് നോക്കാം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ പല പ്രാവശ്യം ഈ ഫിഷിങ്ങിനായി പോകുമ്പോൾ ചില ദിവസം ഒന്നും കിട്ടാതെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അടുത്ത ദിവസവും അദ്ദേഹം അതുപോലെ പോകും. പ്രതീക്ഷയാണ്. അതാണ് സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് സഞ്ജു അവകാശപ്പെടുന്നത്. ഒരു ദിവസം എൻ്റെ ദിവസം വരും. അതാണ് നമ്മൾ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ കണ്ടത്. യെസ്. സഞ്ജുവിൻ്റെ ഈ പണ്ട് ഒരു ചൊല്ലുണ്ട്, കാറ്റുള്ളപ്പോൾ തൂറ്റുക. അതെ. അത് കൃത്യമായി ചെയ്തില്ലേ സഞ്ജു? എക്സാക്ട്ലി. അവിടെയാണ് സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ മെച്യൂരിറ്റി. ഒരു സീസൺ, ഒരു വേൾഡ് കപ്പ് സീസൺ മുഴുവൻ കരയിലിരുന്ന് ബാക്കിയുള്ളവരെ പഠിച്ച് ഒബ്സർവ് ചെയ്ത് ഒരു പരാതി പോലും ഇന്ന് വരെ പറയാത്ത ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ എന്ന ഗ്രേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ. അത് അടിവരയിട്ട് തന്നെ പറയണം. ഒരു ആളിന് എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ സഞ്ജുവിൻ്റെ പേരിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പല കൊച്ചുകുട്ടികൾക്കും കളിക്കാർക്കും വളർന്നു വരുന്നവർക്കും ഇനി അച്ചീവ് ചെയ്യാനുള്ളവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ. അതാണ് സഞ്ജുവിൻ്റെ ഒരു മേന്മയായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇതിലൂടെ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കാം. അതായത് ഞാൻ സഞ്ജു ഒരു ഫംഗ്ഷന് സംസാരിക്കുന്നത് കേട്ടതാണ്. എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നിയ വാക്കുകളായിരുന്നു. നമ്മൾ ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയേറെ ഫാൻസ് ഉണ്ടാകും മറ്റൊരു കളിക്കാരനുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അത്രയേറെ ഡൈ ഹാർഡ് ഫാൻസാണ് കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സഞ്ജുവിന് പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കണം. മറ്റൊന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കരുതുന്നത് അദ്ദേഹത്തെ തഴഞ്ഞു. ജസ്റ്റിസ് ഫോർ സഞ്ജു എന്നുള്ള #ൽ ക്യാമ്പയിൻ വരെ നടന്നു.
എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് എന്ന് സഞ്ജു ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, അന്ന് ആ ഫംഗ്ഷനിൽ പറഞ്ഞത്, ഞാൻ പ്ലേയിങ് 11-ൽ എപ്പോഴും ഉണ്ടാകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കളി ആ ലെവലിലേക്ക് ഉയർത്തിയാൽ മാത്രമേ അവർക്ക് എന്നെ തഴയാതിരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്താതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലെവലിലേക്ക് ഞാൻ വരണം, വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ് എൻ്റെ ലെവൽ കുറേ കൂടി ഉയരണം എന്ന് കുറച്ച് നാൾ മുൻപ് പറഞ്ഞതാണ്. അല്ല, അപ്പോൾ അതിനോട് അത് തന്നെയാണ്. ഇപ്പം ലിയോ, ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇന്ത്യൻ ജനസംഖ്യ എല്ലാവർക്കും അറിയാം. അതെ, ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ 15 പേർക്കേ സ്ഥലമുള്ളൂ. അതെ. അപ്പം ഇത്രയും കോടി ജനങ്ങളിൽ നിന്ന് 15 പേരിൽ ഒരാളാകാൻ സഞ്ജു പ്രാപ്തനായി എങ്കിൽ 11-ൽ ഒന്നാവാനും സഞ്ജുവിന് യോഗ്യതയുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ, അതാണ് സഞ്ജുവിൻ്റെ വാക്കുകളിൽ കൂടി പറഞ്ഞത്. ഞാൻ ടീമിലുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് യോഗ്യതയുണ്ടെന്നാണ്. പക്ഷെ ഞാൻ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അതിനൊരു അവസരം ലഭിക്കണം. ആ അവസരം ലഭിക്കാതിരുന്നിട്ട് സഞ്ജു ഒരിക്കലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതെ, ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവിടെയെല്ലാം സഞ്ജു പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതെ, കളി പഠിക്കുകയായിരുന്നു, കളി നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നതാണ്. കിട്ടിയ അവസരം, അതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച ആ ശൈലി. കിട്ടിയ അവസരം അത് മുതലാക്കാൻ എങ്ങനെ തന്നെ പ്രാപ്തനാക്കി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഈ ലോകകപ്പിലെ മത്സരം. അതെ. അതിൽ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്, കരീബിയൻ സ്റ്റൈൽ നമുക്കറിയാം. ആടി തിമിർക്കുന്ന സ്റ്റൈൽ, ആഹ്ലാദിക്കുന്ന സ്റ്റൈൽ. അവർക്ക് പിന്നീട് മറ്റൊന്നുമില്ല. ക്രിക്കറ്റ് എന്ന് പറയുന്നത് അവർക്ക് ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡിഫെൻസീവ് ഗെയിം ഇല്ല, അറ്റാക്കിംഗ് ഗെയിം മാത്രമാണുള്ളത്. ആ ശൈലിയുള്ള അടിച്ച് തിമിർക്കുന്ന ഒരു കരീബിയൻ സ്റ്റൈലുള്ള സഞ്ജു നാളെ വിൻഡീസിൻ്റെ സ്വപ്നം അടിച്ച് തകർക്കില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആ ഇന്നിങ്സിനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? ആ ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് സഞ്ജു പറയുന്നത് ഒരുപക്ഷെ എൻ്റെ 97 എന്നായിരിക്കും. അതെ, 97 നോട്ട് ഔട്ട്. അതെ, 97 അടിച്ചത്. സെഞ്ചുറി അടിച്ചില്ല. പലർക്കും ഇപ്പം പറയുന്നത് 3 റൺസ് കൂടി അടിക്കാമായിരുന്നു സഞ്ജുവിന്. അതല്ല, അതൊക്കെ ക്രിക്കറ്റിലുള്ളതാ. സഞ്ജുവിൻ്റെ വാക്കുകളിൽ തന്നെ കടമെടുത്ത് പറയാം, സഞ്ജുവിൻ്റെ ശരിക്കും പേഴ്സണൽ നേട്ടം അല്ല അവിടെ നോക്കിയത്. അതെ, ഇന്ത്യൻ ടീം ജയിക്കണം. അന്ന് അത്യാവശ്യം ഒരു വിജയം അനിവാര്യമായ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഈ പെർഫോമൻസ് ഒരു ഇരട്ടി മധുരമായി നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെയാണ്. സഞ്ജുവിൻ്റെ അതെ, ജയിക്കുന്ന ടീം സെമിയിലേക്ക് പോകും തീർച്ചയായിട്ടും. ഒന്ന്, രണ്ടാമത് സഞ്ജുവിന് പെർഫോം ചെയ്തേ പറ്റൂ. അപ്പോൾ രണ്ടും കൂടി ചേർത്തപ്പോൾ അതാണ് ഞാൻ ഇരട്ടി മധുരം സഞ്ജുവിന് ആയത് എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു വഴി തുറന്നു, ഒപ്പം തന്നെ തൻ്റെ പെർഫോമൻസ് വലുതാക്കി. അതിൽ പിന്നെ ഇല്ലയോ നമുക്കറിയാമല്ലോ, അത് കഴിഞ്ഞുള്ള 2 ഇന്നിങ്സ് സഞ്ജു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഇതിൻ്റെ ഫൗണ്ടേഷനാണ് അതിൽ തിരിച്ച് ക്യാരി ഓവർ ചെയ്ത് പോയത് എന്ന് പറയണം. അങ്ങനെയുള്ള 3 ഇന്നിങ്സ് കൊണ്ട് ഒരു ടൂർണമെൻറ്റിൻ്റെ മാൻ ഓഫ് ദ സീരീസ് ആവുക. അതെ, അത് ചില്ലറ കാര്യമില്ല, വേൾഡ് കപ്പാണ്. ഒരു ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് എന്താണ് തൊട്ടടുത്ത് തന്നെ നേടിക്കൊടുക്കുക. ഒരു ലോകത്തിലെ ഒരു ടീമിന് 2 പ്രാവശ്യം അടുപ്പിച്ച് ലോകകപ്പ് നേടിയിട്ടില്ല. അതും ഇന്ത്യക്ക് സാധിച്ചു. അതിലൊരു പ്രധാന കണ്ണി ഒരു മലയാളി സാന്നിധ്യമാണ്. നേരത്തെ ലിയോ സൂചിപ്പിച്ചതുപോലെ ഒരു സുനിൽ വാസനും ഒരു പിന്നെ നമ്മുടെ സ്വന്തം ശ്രീശാന്തും, അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെയൊക്കെ ഹീറോ ആയ സഞ്ജുവും വേണ്ടി വന്നു ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുക്കാൻ. അതെ, അതും കൂടെ നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയാമല്ലോ. അതെ, ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, ഈ 3 ഇന്നിങ്സിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ വലിയ വ്യത്യാസമുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IPL-ലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സെഞ്ചുറീസ് ഉണ്ട്. അതെല്ലാം തന്നെ ആ ഇന്നിങ്സ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേപോലെ പോകുന്ന ഇന്നിങ്സാണ്. എപ്പോഴും ഏരിയൽ ഷോട്ട് ഇടയ്ക്കിടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നിങ്സാണ്. പക്ഷേ കഴിഞ്ഞ ആ 3 ഇന്നിങ്സിലും അദ്ദേഹത്തിന് ഗിയർ മാറ്റേണ്ട സമയത്ത് ഗിയർ മാറ്റുന്നു, സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ, അതായത് അപകടകാരികളായിട്ടുള്ള ഷോട്ടുകൾ കളിക്കാൻ ചില സമയത്ത് അദ്ദേഹം ഒഴിവാക്കുന്നു. ആ ഷോട്ടുകളൊക്കെ ആ ഒരു മെച്വർ അപ്രോച്ച് കളിയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നെനിക്ക് തോന്നി. അത് ശരിയാണോ? തീർച്ചയായിട്ടും വളരെ പക്വതയാർന്ന ഒരു കളിക്കാരനാണിപ്പോൾ സഞ്ജു എന്ന ക്രിക്കറ്റർ. അദ്ദേഹം ഒരുപാട് കളി വാച്ച് ചെയ്തു. മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ പല ആൾക്കാരുണ്ട് ഇപ്പം അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാനും അദ്ദേഹത്തിന് തന്നെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ താരങ്ങളും. അവിടെ ഒരാളിൻ്റെ പേര് സഞ്ജു പല പ്രാവശ്യം എടുത്ത് പറഞ്ഞു.
ഞാനത് ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സഞ്ജുവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയാം. സച്ചിൻ തെണ്ടുൽക്കർ. അതെ, അദ്ദേഹം അത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇൻ്റർവ്യൂവിലും അദ്ദേഹം അത് സൂചിപ്പിച്ചു എന്നെനിക്ക് തോന്നുന്നു. അതെ, അതൊരു എന്താണ്, ഒരു ട്രഷറല്ലേ? അതെ, ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ആളിൻ്റെ ഒരു വേദവാക്യം പോലെ എനിക്ക് എടുക്കാം. അങ്ങനെയാണ് സഞ്ജു പറയണത്. അതുപോലെ തന്നെ ചില ലോക്കൽ ആൾക്കാരുടെ പേര് പോലും സഞ്ജു മറന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ പണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷ ജീവനക്കാരനെ, അതുപോലെ അദ്ദേഹത്തെ പഠിപ്പിച്ച ആൾക്കാരെ, അദ്ദേഹത്തിന് വഴി തുറന്നു കൊടുത്ത ആൾക്കാരെ എല്ലാം ഇന്നും സഞ്ജു ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ നേട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം. മറക്കുന്നില്ല, ഒന്നും മറക്കുന്നില്ല. തിരിച്ച് വന്ന വഴികളെല്ലാം ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ആയിരിക്കും സഞ്ജുവിൻ്റെ വിജയത്തിൻ്റെ പ്രത്യേകത. അത് മുതൽക്കൂട്ടായത് ഇന്ന് ഇന്ത്യൻ ടീമിനാണ്. നമ്മൾ കണ്ടാൽ നോക്കണം, സഞ്ജുവിൻ്റെയും അഭിഷേകിൻ്റെയും ആ ഇന്നിങ്സ് ഫൈനലിലാണ് ഞാൻ പറയുന്നത്. ഫൈനലിലെ ആ ഇന്നിങ്സ് അത് എത്രമാത്രമാണ് ഒരു ബൂസ്റ്റപ്പ് ഉണ്ടാക്കി കൊടുത്തത് ടീമിന് എന്നാലോചിക്കണം. ഒരു നല്ല തുടക്കം എന്ന് എപ്പോഴും നമ്മൾ പറയാറുള്ളത് അവർ കൃത്യമായി അത് ചെയ്തു. ഒരുപക്ഷെ കുറച്ച് ആക്രമിച്ച് കളിച്ചത് അഭിഷേകായിട്ട് പോലും സഞ്ജു വളരെ കൂളായിട്ട് സ്ട്രൈക്ക്, നേരത്തെ ലിയോ പറഞ്ഞ അതേ വാക്ക് തന്നെ, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. അവിടെ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, സഞ്ജുവിന് എപ്പോഴും ഫാസ്റ്റ് ബൗളിംഗ് കളിക്കാനാണ് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പിന്നേഴ്സ് വരുമ്പോൾ കൃത്യമായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നു. മറ്റത് സ്പിന്നേഴ്സ് വരുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു ഒരു ഓൾ ഔട്ട് ഗെയിം കളിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു. അത് മാറ്റി. അവിടെയാണ് സഞ്ജുവിന് ആ ഒരു ശരിക്കും എക്സ്പീരിയൻസ്, പക്വത എല്ലാം പ്രകടമായത് അവിടെയാണ്. ശരി, അവിടെ നിന്നാണ് ശരിക്കും ഇന്ത്യൻ ടീമിനെയും കൂടെ തൻ്റെ തോളിലേറ്റി വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളി ജയിച്ചത്. അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, അതായത് ഈ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരുന്നു അതുവരെ ഓപ്പൺ ചെയ്തിരുന്ന ഇന്നിങ്സ്, അഭിഷേകും ഇഷാനും. അവിടെ ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ട് നമ്മുടെ ഓപ്പണേഴ്സിനെ ഒരുക്കുമായിരുന്നു എതിർപക്ഷം. അങ്ങനെ ഒരു ഗെയിം പ്ലാൻ നമുക്കെതിരെ ഉയർന്നു വരുന്നു, നമ്മൾ ആകെ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെയാണ് സഞ്ജു ഒരു മാറ്റം കൊണ്ടുവരുന്നത്. സഞ്ജുവിനെ കൊണ്ടുവരുന്നതോടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഓഫ് സ്പിന്നേഴ്സിനെ നേരിടാൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഇന്ത്യയുടെ ഒരു മുന്നോട്ട് പോക്കിന് തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു ബൂസ്റ്റ് ലഭിക്കുകയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിൽ ഒരു മിഡ് വിക്കറ്റ് കോൺഫറൻസ് അത് വളരെ വളരെ വലുതാണ്. നമ്മളൊന്നും കേൾക്കാത്ത ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെ സഞ്ജു എന്ത് പറയുന്നു അല്ലെങ്കിൽ സഞ്ജുവിനോട് എന്ത് പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കളി ഇവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അവിടെ നീ സിംഗിൾ എടുത്തോളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നുള്ള ഒരു രീതി സഞ്ജുവിനും അഭിഷേകിനും ഉണ്ടായിരുന്നോ എന്ന് ഫൈനലിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഒരു സൈഡിൽ സഞ്ജു ശാന്തനാകുമ്പോൾ മറുഭാഗത്ത് അഭിഷേക് അഗ്രസീവ് ആകുന്നു. എവിടെ അഗ്രസീവ് ആവണമോ അവിടെ സഞ്ജു വീണ്ടും അഗ്രസീവ് ആകുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഫർഗ്യൂസൺ വന്നപ്പോൾ തീർച്ചയായും ആ ഒരു ആക്സിലറേഷൻ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി നിർത്താൻ അത് വളരെയേറെ സഹായിച്ചു. അത് പെട്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്യാൻ കാരണം നമ്മളൊരു ടീമായി കളിച്ചത് കൊണ്ടാണ്. അതെ, അവിടെ ആണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം സൂര്യകുമാർ യാദവ്, അദ്ദേഹത്തിൻ്റെ ഒരു 84 USA ആയിട്ട് ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ കളി തന്നെ നമ്മൾ പരാജയപ്പെടുമായിരുന്നു. അതെ, വളരെ മോശം പെർഫോമൻസ് നടത്തിയ ഒരു ആദ്യത്തെ മാച്ചാണ് നമ്മൾ ഈ ഇനാഗുറൽ മാച്ചിനെ വിശേഷിപ്പിക്കേണ്ടത്. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് പലപ്പോഴും നമ്മൾ സഞ്ജു കളിച്ചില്ല ആ മാച്ച്. അതുപോലെ തന്നെ സഞ്ജു എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 കളി മാത്രമാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ കളിച്ചത്, നമീബിയായിട്ടും അതുപോലെ തന്നെ സിംബാബ്വെ ആയിട്ടുള്ള 2 മത്സരങ്ങൾ. അവിടെ സഞ്ജുവിന് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2ഉം 20s സഞ്ജു പുറത്താവുന്നു. അതിനുശേഷമാണ് ഈ വിലപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് ഇന്നിങ്സ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അവിടെയാണ് പക്വത മുഴുവൻ തെളിയിച്ച തൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ എന്തൊക്കെ തനിക്ക് നേടാൻ എത്ര സമയം കാത്തിരുന്നു എന്നുള്ളതിൻ്റെ വാല്യൂ തന്നത് അവിടെയാണ്. ശരിക്കും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അല്ലേ ഉയർത്തെഴുന്നേറ്റ ഒരു മത്സരം. പലപ്പോഴും ലിയോ നമ്മളൊക്കെ പറയാറുണ്ട്, ചില കണലിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത് ചാരം മൂടിക്കിടക്കും. നല്ലൊരു കാറ്റ് വരുമ്പോഴാണ് അത് കനലായിരുന്നുവെങ്കിലും എന്ന് അറിയണതും
അതിൽ നിന്ന് പിന്നെ തീ ആളിപ്പടരുന്നു. അതായിരുന്നു ഈ ലോകകപ്പിൽ സഞ്ജു അതെ. ആരും അറിയാതെ കിടന്ന കനൽ ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് ഒരു ആനന്ദമായി മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ, എല്ലാ ഇന്ത്യക്കാരുടെയും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ മലയാളികൾ മാത്രമല്ല, ഒട്ടേറെ മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും സഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കമൻറ്റേറ്റേഴ്സിൽ പലപ്പോഴും സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയപ്പോൾ പോലും അദ്ദേഹത്തിനൊപ്പം നിന്ന പലരും ഉണ്ട്. അത് ഇർഫാൻ പഠാൻ എപ്പോഴും എനിക്ക് ഓർമ്മയുള്ള പേരാണ്. അപ്പോൾ അത്തരത്തിലുള്ള പലരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. രവി ശാസ്ത്രി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലരും, ഗാവസ്കറും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. പൊട്ടൻഷ്യലുള്ള പ്ലെയർ ആണെന്ന് തന്നെയാണ് പറഞ്ഞത് എപ്പോഴും. അതെ അതെ. അപ്പോൾ വേറെ നമ്മൾ നോക്കുമ്പോൾ IPL-ലാണ് സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാർക്ക് അറിയില്ല. നമ്മൾ സാധാരണ ക്രിക്കറ്റ് ആരാധകർക്ക് അറിയില്ല സഞ്ജുവിൻ്റെ തുടക്കം, അല്ലെങ്കിൽ സഞ്ജു, സുധീർ അലിയുടെ ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ബിജു ജോർജിൻ്റെ വളരെ സിൻസിയറായിട്ട്, അത് വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം തന്നെ, അദ്ദേഹം ശരിക്കും സമയം പോലും നോക്കാതെ വന്ന്, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, സഞ്ജു സെൻറ്റ് ജോസഫിലാണ് പഠിക്കുന്നത്. അവിടുന്ന് സെൻറ്റ് ജോസഫിൽ തന്നെ ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ കളി കഴിഞ്ഞ് ആ കോർണറിൽ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് കുളി കഴിഞ്ഞ് ബാഗിൽ കരുതിയിട്ടുള്ള യൂണിഫോം ധരിച്ച് തിരിച്ച് ഓടി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് പിടിച്ച് സ്കൂളിലെത്തുന്ന സഞ്ജുവിന് ആർക്കറിയാം? അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ടാണ്. അപ്പോൾ അത്ര പെയിനെടുത്ത്, അപ്പോൾ സഞ്ജു തന്നെ, സഞ്ജുവിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, എനിക്ക് ഉറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ട് പല ദിവസവും, എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ക്രിക്കറ്റ് ആണ് എനിക്ക് പ്രധാനം. അതുകൊള്ളത് ഞാൻ കൃത്യമായിട്ട് 6 മണിക്ക് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തുമായിരുന്നു. അതിനുള്ള റിവാർഡല്ലേ ഈ മാൻ ഓഫ് ദ സീരീസ്? എക്സാക്ട്ലി, അതാണ്. അതിനുള്ള റിവാർഡല്ലേ ഈ ഉന്നതി? അതെ, ഇതെല്ലാം ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആര് കളി തുടങ്ങണമെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് സഞ്ജുവിൻ്റെ ജീവിതമാണ്. അതെ, സഞ്ജുവിൻ്റെ കളിക്കളത്തിലേക്കുള്ള വരവാണ്, സഞ്ജുവിൻ്റെ പെർഫോമൻസാണ്, സഞ്ജുവിൻ്റെ പേഷ്യൻസാണ്. ഇനി എന്താണ് പറയുന്നത്? അതെ, ആ പേഷ്യൻസിനെ കുറിച്ചാണ്. അതായത് ചില താരങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവഗണന നേരിടുമ്പോൾ അവരൊക്കെ തന്നെ അവരുടെ വേഗത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ദേഷ്യം വരികയും ചില വിവാദങ്ങളിലൊക്കെ പെടുകയും കരിയർ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പലരുടെയും കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേറൊന്ന് ഞാൻ നേരത്തെ പറയാൻ വന്നത്, IPL-ആണ് സഞ്ജുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അവിടേക്ക് സഞ്ജുവിനെ പരിചയപ്പെടുത്തിയത് ശ്രീശാന്താണ്. അതും നമ്മൾ ഈ സമയത്ത് പറയണമെന്ന് തോന്നുന്നു. ശ്രീശാന്ത്, അതിനുശേഷം ദ്രാവിഡ്, ഇവരുടെയൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ആ കോമ്പിനേഷൻ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അണ്ടർ-19 വേൾഡ് കപ്പിൽ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള സൗഹാർദ്ദം. അണ്ടർ-19 ലോകകപ്പിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു സഞ്ജു സാംസൺ. അതെ, അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുത്തു. ഇവർ തമ്മിൽ ശരിക്കും പറയണമെങ്കിൽ സഞ്ജുവിൻ്റെ എന്താണ് സഞ്ജുവിലുള്ളതെന്ന് മനസ്സിലാക്കാൻ ദ്രാവിഡിന് കഴിഞ്ഞു. അങ്ങനെ IPL-ൽ സഞ്ജു താരമാകുന്നു. അതെ, അവിടെ നിന്ന് സഞ്ജുവിൻ്റെ കാരിയറിൻ്റെ മറ്റൊരു ബൂസ്റ്റപ്പാണ് നമ്മൾ പിന്നെ കാണുന്നത്. കൊൽക്കത്തയിൽ നിന്ന് നേരെ റോയൽസിലേക്ക് എത്തുന്നു. റോയലായി തന്നെ അവിടെ കഴിയുന്നു, അല്ലേ? ക്യാപ്റ്റനാകുന്നു. പിന്നെ പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ അവസാനത്തെ IPL ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു നല്ല പെർഫോമൻസാണ് സഞ്ജുവിന് IPL-ൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതേ ഒരു വാല്യൂ കണക്കാക്കി ഇന്ന് അല്ലെങ്കിൽ അടുത്ത IPL-ൽ നമ്മൾ അദ്ദേഹത്തെ ചെന്നൈയുടെ ജേഴ്സിയിൽ കാണാൻ പോകുന്നത്. അത് സഞ്ജുവിൻ്റെ വളർച്ചയുടെ, സഞ്ജുവിൻ്റെ പരിശ്രമത്തിൻ്റെ, സഞ്ജുവിൻ്റെ ഒരു ഇൻപുട്ടിൻ്റെ ഒരു അവസാന വാക്കാണ് സഞ്ജുവിൻ്റെ പെർഫോമൻസ്. അതാണ് നമുക്ക് ഈ ലോകകപ്പ് നേടിത്തന്നതും. ഇനി ലോകകപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോരുത്തരായി എടുത്തു പറയണം. തീർച്ചയായിട്ടും ലോകകപ്പിൽ സഞ്ജുവിന് ഒരു മാൻ ഓഫ് ദ മാച്ച് കിട്ടിയപ്പോൾ സഞ്ജു പറഞ്ഞത് ഇതിന് അവകാശി ബൂമറയാണ്, ബൂമറയ്ക്കാണ് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിനോടുള്ള ആ വിശ്വാസം, ഒരു പ്ലെയറിനോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം, അദ്ദേഹത്തിന് എനിക്ക് സാധിക്കാൻ പറ്റാത്തത് ബൂമറയ്ക്ക് സാധിക്കും എന്നുള്ളതിനൊരു അച്ചീവ്മെൻ്റാണ് അത്. ഒരുപക്ഷെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ ലോകം മുഴുവൻ പറയുന്നത് സഞ്ജു പറഞ്ഞു ബൂമറയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് എന്നായിരിക്കും പറയണം. ശരിയാണ്, അതാണ് സഞ്ജുവിൻ്റെ അവാർഡും ബൂമറയ്ക്ക് കിട്ടിയ റിവാർഡും. ശരിയാണ്. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അനുഗ്രഹമാണ് ബൂംറ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ഫൈനലിൽ അത് കാണിച്ചല്ലോ. എത്രയോ നാളായി ആ ഒരു തണൽ ഇന്ത്യൻ ബൗളിങ്ങിനുണ്ട്.
ഇപ്പോഴും അതൊരു ശക്തമായ ഫോഴ്സായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഫൈനലിൽ മികച്ച ബാറ്റേഴ്സാണ് എതിർപക്ഷത്തുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെയൊക്കെ തന്നെ അതിനെയൊക്കെ നമ്മൾ കണ്ടതാ, വരിഞ്ഞ് കെട്ടിക്കളഞ്ഞു അവരെയൊക്കെ തന്നെ. അത് തന്നെ സീഫോർട്ടിനെയും അലൻ്റെയൊക്കെ ഹീറ്റിംഗ് കപ്പാസിറ്റി നമ്മൾ കണ്ടതാണ്. ഇംഗ്ലണ്ടിനെ നിലം പരിശാക്കുന്ന പെർഫോമൻസ്. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും അപ്പോൾ ഒരു എന്താണ് ബൗളർ ടു ഫിയർ, അല്ലെങ്കിൽ ഒരു ആർക്കും ഒരു കാരണവശാലും ഈസിയായി വാക്ക് ഓവർ ചെയ്ത് പോകാൻ സാധിക്കാത്തൊരു ബൗളറാണ് ബുംറ. അതുപോലെ തന്നെയായിരുന്നു നമുക്ക് നോക്കുമ്പോൾ അർഷ്ദീപ് സിംഗ്. ചിലപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെമ്പർ നഷ്ടപ്പെട്ടുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കണിശതയും നന്നായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അല്ല, ലോകകപ്പിൽ ഇതുവരെ അതായത് ബൂമറ തകർക്കുന്നത് വരെയും ടോപ്പ് വിക്കറ്റ് ടേക്കർ ആരാണെന്ന് ചോദിച്ചാൽ അർഷദീപാണ്. 36 വിക്കറ്റ് എടുക്കുന്ന ഒരു ബൗളർ തീർച്ചയായും മോശമാണെന്ന് ആരും പറയില്ലല്ലോ. അതെ, അത് 40 ഉയർത്തി ബൂമറ. അതെ, കഴിഞ്ഞ ലോകകപ്പിലെയും ഈ ലോകകപ്പിലെയും ഒക്കെ തന്നെ നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദുബെ ആദ്യമൊന്നും തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്ന താരമാണ്. പക്ഷേ പല മാച്ചുകളിലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്, ബാറ്റിംഗ് നമുക്ക് പലപ്പോഴും ഡെത്ത് ഓവറുകളിൽ നമ്മുടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഈ ഫൈനലിലും അത് തന്നെയാണ്, അവസാന ഓവറിൽ നമ്മളത് കണ്ടു. അല്ല, അവിടെയും ലിയോ ദുബെ സംസാരിച്ചപ്പോഴും ദുബെ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർ അത് കണ്ടിരിക്കും, എന്നെ ഏൽപ്പിച്ച ജോലി അതാണ്. അതെ, ഞാനത് നിറവേറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡേ ആയതുകൊണ്ട് അത് ബാറ്റിൽ കിട്ടി. അതാണ് ക്രിക്കറ്റ്. അതാണ്. മറ്റൊന്ന്, ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഓൾറൗണ്ടർ എന്നല്ല, ഓൾറൗണ്ട് പെർഫോമറാണ്. ഒന്നുകിൽ ബാറ്റ് കൊണ്ട് അല്ലെങ്കിൽ ബോൾ കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഫീൽഡിൽ പെർഫോം ചെയ്തിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രോ, വളരെ ഡീപ്പിൽ നിന്നുള്ളൊരു ത്രോ സഞ്ജു കളക്ട് ചെയ്ത് റണ്ണൗട്ടാക്കിയത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു ജസ്റ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എല്ലാവരിലേക്കും ആ ഒരു ഊർജ്ജം പകരാൻ സാധിക്കുന്നുണ്ട്. അതൊന്ന്. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ സ്വന്തം പെർഫോമൻസ് താഴോട്ട് പോവുകയാണെങ്കിൽ പോലും ടീമിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അതിന് ഉദാഹരണമാണ് ആദ്യത്തെ കളിയിൽ 84 അടിച്ച് ടീമിനെ രക്ഷിച്ച ആളാണ് ക്യാപ്റ്റൻ. അതെ. അതിനുശേഷം അദ്ദേഹം ഫൈനലിൽ ഓഫ് കോഴ്സ് അദ്ദേഹം ആദ്യത്തെ പന്തിൽ പുറത്തായി. അത് സിറ്റുവേഷൻ അങ്ങനെയാണ്, വന്ന് ബോൾ നഷ്ടപ്പെടുത്താതെ സ്കോറിംഗ് റേറ്റ് പോവുക. അതെ, അതുള്ള രീതിയിലായതുകൊണ്ടാണ് അത് പറ്റിയത്. അത് നിഷാമിന ഓവറിൽ 3 വിക്കറ്റും ലഭിച്ചു എന്നുള്ളതാണ്. സാംസണും ഇഷാനും സൂര്യകുമാർ നമ്മുടെ ഇന്നിങ്സിന് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഇട്ട ഒരു തീർച്ചയായിട്ടും ഓവറായിരുന്നു അത്. അതിനുശേഷമാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ദുബൈയുടെ അവസാനത്തെ പെർഫോമൻസ്, അതും നിഷാമിനെതിരെ തന്നെ. അതെ 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 എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള 4 ഓവറിൽ അവസാനത്തെ 15 ഓവറിന് ശേഷം, അല്ലെങ്കിൽ 15ാമത്തെ ഓവറിന് ശേഷമുള്ള 4 ഓവറുകളിൽ നമ്മൾ 28 റൺസ് നേടി, അവസാന ഓവറിൽ 24 റൺസും നേടി. അതെ. അപ്പോൾ അതുവരെ നമ്മൾ അത്രയേറെ കത്തിക്കയറി വന്നതാണ്, അതിനുശേഷമാണ് ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, ദാരിദ്ര്യം നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, നിരാശ നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മനസ്സ് നഷ്ടപ്പെടാതെ പൊരുതിക്കയറിയ ഒരാളാണ്. അദ്ദേഹവും ഗംഭീര പ്രകടനമാണ് ഈ ലോകകപ്പിൽ നമുക്ക് കാഴ്ചവെച്ചത്. അവസാന മത്സരങ്ങളിൽ ചിലപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന് മുമ്പുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ഇപ്പം ക്രിക്കറ്റിന് മാത്രമല്ല എല്ലാ സ്പോർട്സിനും പല സംവിധാനങ്ങളുമുണ്ട്. ഒരു ബൗളറെ എങ്ങനെ ഒരു ബൗളർ റീഡ് ചെയ്യാൻ, ഒരു മൂവ്മെൻറ്റ് റീഡ് ചെയ്യാൻ, ഒരു ബാറ്റ്സ്മാൻ്റെ ഫുട് വർക്ക് റീഡ് ചെയ്യാൻ ഒക്കെ ഇപ്പോൾ സംവിധാനങ്ങൾ പലതുണ്ട്. അതെ, അതിനൊക്കെയുള്ള ആൾക്കാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ടീമിലിപ്പോൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചില ബൗളർ, ഇപ്പോൾ കുൽദീപ് യാദവ് വന്നപ്പോൾ അൺപ്ലേയബിൾ എന്നാണ് പറഞ്ഞത് എല്ലാവരും. അതെ, പക്ഷെ അദ്ദേഹത്തെ സ്പോട്ട് ഔട്ട് ചെയ്തു പിന്നീട്. അതെ, അത് ഈ സാങ്കേതിക വശം കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം. വരുൺ ചക്രവർത്തി ഒരു ടെററാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർ അവലംബിച്ച രീതി അതാണ്. പിന്നെ അറ്റാക്കാണ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ T20 അതാണ് വേണ്ടതും. അതെ, അതുകൊണ്ട് അടി മേടിച്ചു എന്നുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ടേക്കിംഗ് കപ്പാസിറ്റിയെ ഇപ്പോഴും ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അത് ആവശ്യം വേണ്ട സമയത്ത് അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നുണ്ട്. എനിക്കൊന്ന് 13 വിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ലോകകപ്പിൽ. 13 വിക്കറ്റ്, 14 അല്ലേ എല്ലാവർക്കും. ബൂംറയെ സംബന്ധിച്ചിടത്തോളം ബൂംറയുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യോർക്കേഴ്സാണ്. പിന്നെ സ്ലോവർ വൺ. ഇപ്പോൾ നമ്മൾ ഈ ഫൈനൽ മാച്ചിൽ നോക്കിയാൽ വിക്കറ്റുകൾ മുഴുവൻ അദ്ദേഹം സ്ലോ യോർക്കറിലാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അതിന് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോളിങ് കപ്പാസിറ്റി വേണം.
ഒരു ബാറ്റ്സ്മാനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് കഴിവുണ്ടാകണം. അതിനേക്കാൾ ഉപരി ടോട്ടൽ ഫീൽഡിലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകണം. എവിടെയൊക്കെ ആളുണ്ട്, ഏതൊക്കെ രീതിയിൽ സ്കോർ ചെയ്യാതിരിക്കാൻ ബാറ്റ്സ്മാനെ പറ്റണം എന്നുള്ള രീതിയിലായിരിക്കണം അതെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. മറ്റൊരാളുടെ കുറിച്ച് നമ്മൾ പറയാതെ പോകുന്നത് ശരിയാവില്ല. അക്ഷർ പട്ടേൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. 3 ക്യാച്ച്. അതെ, ആ ക്യാച്ച് ഇന്ത്യയെ ജയിപ്പിച്ച ക്യാച്ചസ്. ഇന്ത്യയെ ജയിപ്പിച്ച 3 ക്യാച്ചാണ് അദ്ദേഹത്തിനെ പറ്റി ഓർമ്മ എപ്പോഴും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അക്സറിനെ പോലുള്ള ഒരാൾ ഫീൽഡിൽ ഒരു മുതൽക്കൂട്ടാണ്. എവിടെയും അദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. അതുപോലെ തന്നെ മറ്റൊരാളിനെ പറയണം, തിലക് വർമ്മ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവരെ കുറിച്ചും നമ്മൾ പറയേണ്ടി വരും. തിലക് വർമ്മ ആദ്യ മത്സരത്തിൽ സിറാജ് 3 വിക്കറ്റ് എടുത്ത ബോളറാണ്. 3 വിക്കറ്റ് എടുത്തു. ഒരു മാച്ചിൽ 3 വിക്കറ്റ് എടുത്ത ബോളറാണ്. പിന്നീട് അദ്ദേഹത്തിന് കളിക്കാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അത്രമാത്രം കോമ്പറ്റീറ്റീവാണ് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ. നമ്മൾ ഇപ്പം പലരും എന്താണ് ആക്ഷേപിച്ച് പറയുന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാറിനെ കുറിച്ച്. സഞ്ജുവിനെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്യാപ്റ്റന് എങ്ങനെയാണ് ആരെ മാറ്റി കളിപ്പിക്കണം അദ്ദേഹം ചോദിച്ചത്. അത് പിന്നെ അത് ഒരു എന്താണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന രീതിയിൽ പോയി എന്നുള്ളേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചത് കറക്റ്റ് അല്ലേ? തിലകനെ മാറ്റണോ, അഭിഷേകിനെ മാറ്റണോ? അതെ, ഒരു ക്യാപ്റ്റൻ്റെ മനസ്സിലുള്ള കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. എക്സാക്ട്ലി. അതാണ് ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള പെർഫോമൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ടീമിലൊരു സന്തോഷം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഞാൻ കണ്ടത് കുൽദീപിനെ അദ്ദേഹം ശാസിക്കുന്നത് മാത്രമാണ് കണ്ടത്. കുൽദീപ് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിനെ തുടർന്ന് കുൽദീപിനെ ശാസിക്കുന്നത് കണ്ടു. മറ്റൊരു അവസരത്തിലും അത്തരത്തിലൊരു അപ്രോച്ച് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഈ ടീമിൻ്റെ വരുന്ന നാളുകളെക്കുറിച്ച്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോൾ വളരെ ആർക്കും അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കുന്ന ടീമല്ല എന്നുള്ളൊരു പേരും പെരുമയും നേടി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മളുടെ എയിം എങ്ങനെയായിരിക്കും എന്നാണ് കരുതുന്നത്? ഈ 2020 ഏകദിനം ടെസ്റ്റ് ഈ ഫോർമാറ്റുകൾക്കെല്ലാം തന്നെ വ്യത്യസ്ത ടീമുകൾ നിലനിർത്തി പോകുമോ, അതോ ഇനിയിപ്പോൾ പുറത്തിരുന്നവരൊക്കെ തന്നെ 2020-യിലേക്കൊക്കെ അകത്തേക്ക് വരുമോ ടീമിൽ? അല്ല, ഒരു കാര്യം തീർച്ചയാണ്, ഈ 3 ഫോർമാറ്റിലും 3 ടീം തന്നെയായിരിക്കും ഇന്ത്യ അവലംബിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ യുവ താരങ്ങൾ ഉൾപ്പെടുന്ന ക്രിക്കറ്റ്, അതായത് T20 ക്രിക്കറ്റ്, ഈ ഷോർട്ടർ വേർഷൻ ഓഫ് ക്രിക്കറ്റിൽ ഇന്ത്യ വളരെ മികച്ച, ഇന്ത്യക്ക് ഒരു 2 or 3 ടീം ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. സാർ, നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞില്ല, ഇഷാൻ കിഷൻ. തീർച്ചയായിട്ടും സാറിന് ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ്. പണ്ട് തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാറിന് ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ് ഇഷാൻ കിഷൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ഏത് ബോളും ഈ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കളിക്കാനൊരു കഴിവ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വെസ്റ്റ് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പ്ലേ 2 പേർക്കാണുള്ളത് ഇന്ത്യൻ ടീമിൽ. ഒന്ന് ഇഷാൻ കിഷനും മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യയുമാണ്. ഈ 2 പേരാണ് ആ സ്റ്റൈൽ. അതായത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ സ്ട്രോക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് വെസ്റ്റ് ഇൻഡീസിൻ്റെ പ്രത്യേക ഒരു കഴിവാണ്. പൊതുവെ എനിക്ക് വെസ്റ്റ് ഇന്ത്യൻ പ്ലെയേഴ്സിനോടുള്ള ഒരു ആരാധന വരുന്നത് അവിടെയാണ്. ഇവർക്ക് എപ്പോഴും വേണമെങ്കിലും ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഈ കഴിവ് ഈ 2 പ്ലെയേഴ്സിനും ഇല്ലേ? ഉണ്ട്. അതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുതൽക്കൂട്ട്. മാത്രമല്ല ഇഷാൻ്റെ ഈ ഫൈനലിലെ ഇന്നിങ്സ്, അതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് ഈ ലോകകപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്ലെയർ, അതും കൃത്യമായിട്ട് വരുന്ന 3-ാം നമ്പറിൽ അദ്ദേഹം കൃത്യമായ ആക്സിലറേഷനോടെയാണ് കളിക്കുന്നത്. അതെ, ഒരു രീതിയിലും അദ്ദേഹം എന്താണ് റൺ റേറ്റ് താഴോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ആ ഒരു പ്ലെയറിൻ്റെ കപ്പാസിറ്റി തീർച്ചയായും നമ്മൾ എടുത്തു തന്നെ പറയണം. വിക്കറ്റ് കീപ്പറാണ്, പക്ഷേ ഫീൽഡിലും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു സാന്നിധ്യം. ഈ 2 പേർക്കുമുള്ള ഏറ്റവും വലിയ കഴിവ് അതാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇഷാനെ സംബന്ധിച്ചിടത്തോളം 2 പേർക്കും ഫീൽഡ് ചെയ്യാം. അതേപോലെ തന്നെ അതേ ഗ്രേഡിൽ അവർക്ക് ഫീൽഡ് ചെയ്യാനും പറ്റും. അതെ, ഇത് 2 പേർക്കുമുള്ള പ്രത്യേക കഴിവാണ്. പിന്നെ ഒരാളുകൂടെ ആൾ T20-യിലില്ല, രാഹുൽ. യെസ്, KL രാഹുൽ. അപ്പോൾ എന്തായാലും പ്രതിഭാസമ്പന്നമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രതിഭ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയണം. ആ പ്രതിഭ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിഭ തെളിയിക്കപ്പെട്ട ഒരു വേൾഡ് കപ്പാണ് ഈ വേൾഡ് കപ്പ്. മറ്റാരുടെയുമല്ല, സഞ്ജുവിൻ്റെ എന്താണ് പ്രതിഭ എന്ന് കാട്ടിക്കൊടുത്ത ഒരു മത്സരം. അതുപോലെ അതുകൊണ്ടായിരിക്കാം KL രാഹുൽ, അല്ല, നമ്മുടെ വിരാട് കോഹ്ലി തന്നെ അദ്ദേഹത്തെ എന്താണ് അനുമോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തു. മറ്റൊരു എക്സിൽ മറ്റൊരു പോസ്റ്റും കോഹ്ലിയുടേതായി കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും
ഒരു കോഹ്ലിയെ പോലുള്ള ഒരു ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റർ, അത് അദ്ദേഹം ആര് പെർഫോം ചെയ്താലും അത് അക്നോളജ് ചെയ്യാൻ ഒരു കേപ്പബിളാണ് അദ്ദേഹം. അതിനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. അത് പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ ഈ പെർഫോമൻസ് ഇതൊരു മാരത്തോൺ പെർഫോമൻസാണ്. ഒരു സിംഗിൾ പെർഫോമൻസ് എന്നതിന് പറയാൻ പറ്റില്ല. ഒരു ക്വാർട്ടർ ഫൈനലിൽ ഒരു ഡൂഡൈ മാച്ച് അത് ഇന്ത്യയെ കൈപിടിച്ചുയർത്തുന്നു. ആവശ്യം വേണ്ട ഇംഗ്ലണ്ടിനെതിരെ അല്ലെങ്കിൽ ജയിക്കണം എന്ന് തീർത്തും ഇറങ്ങുന്ന മറ്റൊരു മത്സരം, അതായത് നോക്കൌട്ട് പോലത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ മുന്നിൽ നിന്ന് നയിച്ച ഒരു പ്ലെയർ. അതിനുശേഷം ഫൈനലിൽ ന്യൂസിലാൻഡിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ അതിനു മുമ്പ് ഇംഗ്ലണ്ടിനോട് ചെയ്ത ഒരു മുറ അവർ കണ്ടതാണ്. അപ്പം അങ്ങനെ അവരെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു 250 മുകളിലുള്ള ഒരു സ്കോർ വേണമെന്ന് ഫൗണ്ടേഷൻ ഇട്ട ആദ്യത്തെ പെർഫോമൻസ്. ഇതൊക്കെ നോക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഒത്തൊരുമ, ഒരു അവരുടെ യോജിച്ചുള്ള ഒരു കൂട്ടായ തീരുമാനം. നമ്മൾ ഈ പെർഫോമൻസ് എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഹാർദിക് പാണ്ഡ്യ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നത് കാണാം ഹാർദിക്കിനെ കുറിച്ച്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഒഴിച്ച് ബാക്കി എല്ലാവരും, വരുൺ ചക്രവർത്തി സൈലൻ്റാണ്. അദ്ദേഹം അധികം വേറെ ഒന്നിലും ഇടപെടില്ല. വന്നാലൊരു ചെറിയ ഒരു ഇതും അക്നോളജ്മെൻറ്റ് മാത്രം. ബാക്കി എല്ലാവരെയും നമ്മൾ തിലക് വർമ്മയൊക്കെ എക്സ്പ്ലോസീവ് ആയിരുന്നു ഫീൽഡിൽ. അക്സർ പട്ടേൽ തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മറ്റൊന്നു കൂടി, ചില വിവാദങ്ങൾ പരാമർശിക്കാതെ പോകാൻ സാധിക്കുകയില്ല. ചിലരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടു. സഞ്ജുവിൻ്റെ പിതാവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെ വിമർശിച്ചുകൊണ്ട് ശ്രീശാന്തിനെ മാതാപിതാക്കൾ വഴിതെറ്റിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു പരുവമാക്കിയതുപോലെ സഞ്ജുവിൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യരുത്, വളരെ പക്വമായ രീതിയിൽ പെരുമാറണം. എനിക്ക് തോന്നുന്നു അത് സെൻസിബിളായിട്ടുള്ള കുറേയേറെ നല്ല ഉപദേശങ്ങളുണ്ട്. പക്ഷേ മോശമായിട്ട് ആൾക്കാർ പ്രതികരിച്ചിട്ടും ഉണ്ട്. ഒരു അച്ഛനല്ലേ, മകൻ്റെ പ്രകടനം കാണുമ്പോൾ ആഹ്ലാദിക്കും, എങ്കിലും കൺട്രോൾ വേണം എന്നാണ് അല്ലേ? അല്ല, ഇതിനകത്ത് വേറൊരു തരം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ മാൻ ഓഫ് ദ സീരീസ് കിട്ടിയിട്ട് സഞ്ജു പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി, വിമൻസ് ഡേ കൂടി ആയിരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ഇത് ഞാൻ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ പലരും ചോദിച്ചു, എന്താ സഞ്ജുവിൻ്റെ അച്ഛനാണ് സഞ്ജുവിനെ കൊണ്ടുവന്നത് അല്ലേ? അങ്ങനെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു കുറച്ചുകൂടെ മദർ ബോണാണ്, അമ്മയോട് ചേർന്ന് അമ്മ മകനാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു സ്നേഹം സഞ്ജു എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും മത്സരങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ മത്സരങ്ങൾ കഴിഞ്ഞോ അമ്മയുമായിട്ട് സഞ്ജു സംസാരിക്കും. അമ്മ ഈ അടുത്ത കാലത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. ഒരു ശ്വാസ സംബന്ധമായ ഒരു വന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൻ്റെ ഭാര്യയുടെ ഫോണിൽ അമ്മയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് സഞ്ജു കളിക്കാൻ പോയത് പോലും എന്നാണ് അറിയുന്നത്. അങ്ങനെ വളരെ അഫെക്ഷനേറ്റാണ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇന്നലെ തന്നെ ഫീൽഡിൽ നമ്മുടെ അവസാന സമ്മാനദാന ചടങ്ങിലൊക്കെ ചാരുവിനെയും നമ്മൾ കണ്ടതാണ്. ചാരുലത സാംസൺ സഞ്ജുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ ആണ് ശരിക്കും സഞ്ജുവിൻ്റെ പ്രചോദനം എന്ന് സഞ്ജു പറയാറുള്ളത്. ഇപ്പോൾ ഫാമിലിയായിട്ട് പറഞ്ഞില്ല, നേരത്തെ പലതിലും ബ്രദറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ഉണ്ട്. അത് കൊണ്ടാണ് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയണം. ഇവർ രണ്ടുപേരുമായിട്ട് ആദ്യം 2006 ഇവിടെ എത്തുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കളിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ മിസ്റ്റർ സുധീർ അലി തന്നെ സാലിയെ, നമ്മുടെ വയനാടുള്ള നാസിർ മച്ചാൻ എന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ ആ ഇൻ്റർ ക്ലബ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസ്ട്രിക്ട് മാച്ചിൽ ആദ്യ മത്സരം അവർ ദയനീയമായി പരാജയപ്പെടുന്നു. അപ്പോൾ നാസിർ മച്ചാൻ തന്നെ സുധീർ അലിയെ വിളിക്കുന്നു, അലിയോട് ചോദിക്കുന്നു, നീ ഒരു പ്ലെയറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അയാളെ ഇങ്ങോട്ട് വിട്ടോളൂ, നല്ല പ്ലെയർ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ സാലിയെ വയനാടേക്ക് വിടുന്നു. അടുത്ത മത്സരം മലപ്പുറം ജില്ലയുമായിട്ടാണ്. മലപ്പുറം ജില്ലയുമായിട്ട് തൻ്റെ സാന്നിധ്യം അറിയിച്ചത് സെഞ്ചുറിയോട് കൂടിയാണ് സാലി. അങ്ങനെ ഒരു കഥ കൂടി സാലിക്ക് ഉണ്ട്. അന്ന് സാലി ഇന്ന് ഏജീസ് ഓഫീസിലെ ജീവനക്കാരനാണ്. ക്രിക്കറ്റിൽ കൂടെ തന്നെ ഏജീസ് ഓഫീസിലെത്തി ഏജീസ് ഓഫീസിന് വേണ്ടി ഇപ്പോൾ കളിക്കുന്ന ആളാണ്. സംസ്ഥാന താരവുമാണ്. അപ്പോൾ എന്തായാലും സഞ്ജുവിനെ കുറിച്ച് അറിയാത്ത കുറേയേറെ കാര്യങ്ങൾ സാറിവിടെ പങ്കുവെച്ചു. വളരെ സന്തോഷമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ
കുറേയേറെ ഒരു താരത്തിൻ്റെ ഉദയത്തിൽ എത്രയോ പേരുടെ പങ്കാണുള്ളത്. തീർച്ചയായിട്ടും. അന്ന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരിക്കാൻ അങ്ങേക്കും സാധിച്ചു. അതെ. സഞ്ജു ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു താരം താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നു. സുധീർ അലി, ബിജു ജോർജ് എന്ന ആ ഗംഭീരനായ കോച്ച്, പിന്നീട് നമ്മുടെ ക്രിക്കറ്റിന്, കേരള ക്രിക്കറ്റിന് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന SK നായർ സാർ, അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാൻ പറ്റില്ല, വിനോദ് സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറി, തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് ഇപ്പോഴത്തെ ഭാരവാഹികളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ എല്ലാവരുടെയും പ്രചോദനമാണ്. ക്രിക്കറ്റിൻ്റെ പ്രചോദനം, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രചോദനമാണ്. ആ മനുഷ്യൻ സഞ്ജുവിനെ ഫൈനലിന് മുൻപ് സഞ്ജുവിനെ നേരിട്ട് വിളിക്കുന്നു, എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അതെ. ആ ഫൈനലിന് മുൻപ് സഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാനുള്ള മനസ്സും കാട്ടി. അപ്പോൾ കൂടുതൽ മികച്ച പ്രകടനം ഇന്ത്യയിൽ നിന്നുണ്ടാകണം, ഇന്ത്യൻ താരങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് സച്ചിൻ ആഗ്രഹിക്കുന്നു. ക്രിക്കറ്റ് മെച്ചപ്പെടണമെന്ന് സച്ചിൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ക്രിക്കറ്റ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ക്രിക്കറ്റിന് പോകാൻ സാധിക്കട്ടെ, ഇന്ത്യക്ക് പോകാൻ സാധിക്കട്ടെ, നമ്മുടെ എല്ലാ താരങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. ഇനിയും ഈ സ്ഥിരതയോടെ, പക്വതയോടെ പ്രകടനങ്ങളുടെ ഹിമാലയങ്ങൾ കീഴടക്കി മുന്നേറുവാൻ സഞ്ജുവിനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലേ സർ? തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീമിന് ആശംസകൾ നേരാം. ഉജ്ജ്വല പ്രകടനത്തോടെ വീണ്ടും ഒരു 2020 ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചതിന്. ഏറ്റവും അധികം ICC കിരീടങ്ങൾ നേടുന്ന പുരുഷ ടീമായി ഇന്ത്യൻ ടീം ഇപ്പോൾ മാറിയിരിക്കുകയും ആണ്. അതിൽ ഏകദിന ലോകകപ്പുകളുണ്ട്, ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങളുണ്ട്, 2020 കിരീടങ്ങളുണ്ട്. അപ്പോൾ അണ്ടർ 19 ലോക കിരീടങ്ങളും ഉണ്ട്. വനിതാ കിരീടങ്ങൾ, ഞാൻ പുരുഷ ടീമിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണുള്ളത്. അപ്പോൾ വനിതാ ടീമും ഇപ്പോൾ കിരീടം നേടി ആ കിരീടത്തിൻ്റെ നിറവിൽ നിൽക്കുകയുമാണ്. അപ്പോൾ ക്രിക്കറ്റിൽ കുതിച്ചുയരുകയാണ്. മറ്റു കായിക ഇനങ്ങളിലും നമുക്ക് ഇതുപോലെ വെന്നിക്കൊടി പറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഒരു കായിക ആരാധകൻ കൂടിയായ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത്രയും പശ്ചാത്തല സൗകര്യം, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് കായിക ഇനങ്ങളിൽ കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒട്ടേറെ നീരജ് ചോപ്രമാരെ കാണാൻ സാധിക്കും, ഒട്ടേറെ PV സിന്ധുമാരെ കാണാൻ സാധിക്കും, അല്ലേ സർ? തീർച്ചയായിട്ടും. ആ ആഗ്രഹത്തോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.